സിനിമാ നടനായി പോയി. അപ്പൊ സിനിമ നടിയായി പോയ പെൺകുട്ടിയോ 8 കൊല്ലമായിട്ട് പേട്ടൻ പാവാടാന്ന് പറയുന്നത് ഞാനല്ല, നിങ്ങളാണ് സജി നന്ദിയാട്ട്. ഇപ്പോഴും ദിലീപ് നിങ്ങളുടെ കുറ്റവാളിയാക്കാൻ മാക്സിമം അയാളെ നശിപ്പിക്കാവോ? അയാളുടെ 8 വർഷത്തെ ജീവിതം കളഞ്ഞു, അയാളുടെ കരിയർ കളഞ്ഞു. ദിലീപിനെ ശിക്ഷിച്ചിട്ട് മാത്രമേ അതിജീവിതയ്ക്ക് നീതി ലഭിക്കുന്ന എപ്പോഴാ? യഥാർത്ഥ പ്രതിയെ ശിക്ഷിക്കുമ്പോഴാ. യഥാർത്ഥ പ്രതിയെ ശിക്ഷിച്ചോ? നാണമുണ്ടോ നിങ്ങൾക്ക്? നാണം അല്ല യഥാർത്ഥ പ്രതിയെ ശിക്ഷിച്ചോ? ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ അയാൾ സിനിമാ നടനായി പോയി, അപ്പൊ സിനിമ നടിയായി പോയ പെൺകുട്ടിയോ നശിപ്പിക്കാൻ, അയാളോട് ഗ്രഡ്ജ് തീർക്കാൻ, സിനിമ നടിയായി പോയ പെൺകുട്ടിയോ അവർ നേരിട്ട ഇപ്പോഴും നേരിടുന്ന ട്രോമയോ അതെന്താ സജി നന്ദിയാട്ട് വിഷയമല്ലാത്തത്? ഒരു മനുഷ്യന്റെ കരിയർ നശിപ്പിച്ചിട്ട് എന്നിട്ട് കരിയറല്ല, ഒരു പെൺകുട്ടിയുടെ ജീവിതം അപ്പാടെ അവർക്ക് ഇനി ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആഘാതം, അവരുടെ ട്രോമ, അത് ചെറിയ കാര്യമാണോ? എന്റെ പൊന്ന് സജി നന്ദിയാട്ടെ, സഹപ്രവർത്തകരെ റേപ്പ് ചെയ്യാൻ കൊട്ടേഷൻ കൊടുക്കുന്ന ആളുകളുടെ ജീവിതത്തിന്റെ മഹിമയോർത്ത് അല്ലെങ്കിൽ അതിന്റെ തകർച്ചയോർത്തുള്ള മനസ്താപമൊന്നും എന്തായാലും എനിക്കില്ല. താങ്കൾക്കുണ്ടെങ്കിൽ അത് താങ്കൾ വെച്ചോ. 8 കൊല്ലമായിട്ട് പേട്ടൻ പാവാടാന്ന് പറയുന്നത് ഞാനല്ല, നിങ്ങളാണ് സജി നന്ദിയാട്ട്. ആ പാവാട സജി നന്ദിയാട്ടെ, ആ പാവാട കഴിഞ്ഞ 8 കൊല്ലമായിട്ട് നന്നായിട്ട് അലക്കി വെളുപ്പിക്കുകയായിരുന്നല്ലോ. ഇപ്പൊ കഴിഞ്ഞല്ലോ, അതുകൊണ്ട് അത് മടക്കി അലമാരി വെച്ചേരെ. ട്രയൽ കോടതി വിധി വന്നല്ലേ ഉള്ളൂ. ഒരു പൊടിക്ക് അടങ്ങുന്നത് നല്ലതാ, കുറച്ചൊരു പൊടിക്ക് അടങ്ങ്. നിങ്ങളെ ചർച്ചയില് ദിലീപിനെ വെറുതെ വിട്ടത് ശരിയായില്ലെന്ന് സ്ഥാപിക്കാൻ കുറെ ആൾക്കാരെ ആര് സ്ഥാപിച്ചു? അവരവരുടെ അഭിപ്രായങ്ങൾ, അതും ലീഗൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് പറയുന്നത്. ആരെങ്കിലും ആ ജഡ്ജ്മെന്റിൽ എന്തെങ്കിലും ദുരുദ്ദേശം ആരോപിച്ചോ? ഇല്ലല്ലോ. ഇതുവരെ ഈ ചർച്ചയിൽ ഒരാളും ആ ജഡ്ജ്മെന്റിൽ ഒരു ദുരുദ്ദേശവും ആരോപിക്കാത്തിടത്തോളം കാലം ആ ചർച്ച ഫെയർ ആണ്, അതിൽ കുഴപ്പമൊന്നുമില്ല.